ഹലോ ഗായ്സ്, കൊച്ചിയിലെ മച്ചിലി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? സൂപ്പർ സീ ഫുഡ് കിട്ടുന്ന അടിപൊളി റെസ്റ്റോറൻറ്റാണ്, ഒരു രക്ഷയില്ല. ഇത് വൈകിട്ട് 7 മണിക്കാണ് ഞങ്ങൾ പോയത്. അവിടെ 7 മണിക്ക് വേണ്ട ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ലഞ്ച് ഉണ്ട് അവിടെ. പക്ഷേ ഞങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്കായിട്ട് പോയതാണ്. ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓൾറെഡി 7 o'clock ആയി. ഞങ്ങൾ 7 o'clock അവിടെ എത്തി. സാധാരണ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്, പക്ഷേ അത് ഉച്ചക്കാണ്. 7 o'clock അവർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അവിടെ മസാല വരട്ടിയ ചെമ്മീൻ, കിളിമീൻ, കാളാഞ്ചി, ചാള, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ ഞാനത് കറങ്ങി നടന്ന് കാണുമായിരുന്നു. കാരണം അവർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 7 മണിക്ക് പോകണമെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, 7 മണിക്ക് തന്നെ പോകരുത്. അവർ 7 മണിക്കാണ് ഓപ്പൺ ആക്കണമെങ്കിലും. അപ്പോൾ ബർത്ത്ഡേക്ക് എൻ്റെ കസിൻസ് 2 പേര് വന്നിട്ടുണ്ട്. അവരുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും പൊണ്ടാട്ടിയും ആൻറ്റിയും 2 കസിൻസായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ ബർത്ത്ഡേ സ്പോട്ട് ഞങ്ങൾ ആഘോഷിച്ചിരുന്നത് ചിയാങ്ങിലായിരുന്നു. അപ്പോൾ ചിയാങ് അതിന് പകരം നമുക്ക് അടിപൊളി സ്പോട്ട് കിട്ടിയിരിക്കുന്നതാണ്. അവിടെ മെനു എല്ലാം അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, 7:25 ആയപ്പോഴാണ് ഓർഡർ എടുക്കാൻ ആൾ വന്നത്. 7:40 മുമ്പ് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചായ വാങ്ങിച്ചു കുടിച്ചു. ഇതാണ് ബർത്ത്ഡേ ഗേൾ. നമ്മൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറ്, മീൻ, പാൽക്കപ്പ, പോട്ടി, പുട്ട്, കട്ടൻ ചായ, തലക്കറി, ചെറിയൊരു തലയുടെ പീസാണ്, പൊറോട്ട, ഗീ റൈസ് 90 രൂപ ഉള്ളൂ, കപ്പയും ഫിഷ് കറിയും 240 rupees. എല്ലാം റീസണബിൾ റേറ്റാണ്. പോട്ടിയും പുട്ടും 140 rupees. ഇതെല്ലാം ആ മെനുവിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ റോസ്റ്റ്, പൊറോട്ട 15 rupees, തലക്കറി ചെറുത് 80 rupees. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും അട്രാക്ട് ചെയ്തത് നമ്മുടെ പാൽക്കപ്പയാണ്. അപ്പോൾ ആൻറ്റി ആദ്യം തന്നെ പാൽക്കപ്പ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണേണ്. കാണാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും കടുകും എല്ലാം സൂപ്പറാണ്. അത് ആൻറ്റി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതും മീനായിട്ട് മിക്സ് ചെയ്തിട്ട് പാൽക്കപ്പ കഴിച്ചു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ റിയാക്ഷനാണ് കണ്ടത്. കുഴപ്പമില്ല. അവിടെ വേറെ അവിടെ നിന്ന് ഒരു കൈയും കൂടി അവിടെ വന്ന് അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. പുള്ളിക്കും ഇഷ്ടപ്പെട്ട്. സാധാരണ നമ്മൾ എവിടെ പോയി കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഫുഡ്. ഞാൻ വെറുതെ പൊക്കി പറയണതല്ല. നിങ്ങൾ എന്തായാലും ഒരു തവണ അവിടെ പോയി കഴിച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുക. പിന്നെ ഇത് മുട്ടി, വയനാട് പോത്തുംകാലെന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ കാൽക്കറി എന്ന് പറയും. അത് നല്ല, എൻ്റെ ഫേവറേറ്റ് ഇതായിരുന്നു. അത് നല്ല എന്താ പറയുക, നല്ല സൂപ്പർ സാധനം. വറുത്തരച്ച് വെച്ച കറിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ ചാറും പുട്ടും, അതിൻ്റെ ചാറ് എല്ലാത്തിനൊപ്പം പോകും. പൊറോട്ടയുടെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, പുട്ടിൻ്റെ ഒപ്പം എല്ലാം അടിപൊളി. അതേ നേരം നമ്മളിങ്ങനെ നമ്മുടെ ചിക്കൻ വന്നു. ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷേ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് കാലും പുട്ടുമാണ്. ഇത്രയും ഫുഡ് ഒരുമിച്ച് കണ്ടാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാനും തോന്നുള്ളൂ. ഭാഗ്യം കസിൻസ് ഉള്ളതുകൊണ്ട് അവർ റെക്കോർഡ് ചെയ്തു. കാലൊക്കെ നല്ല സൂപ്പർ കാല്. നേരത്തെ പേട്ടയിൽ ഏതൊരു കാല് കണ്ട് ഞങ്ങൾ പോയിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ സൂപ്പർ. ആ കാലിൽ ഒരുപാട് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് കസിൻ കാല് കഴിക്കുന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട്. അവൾ സാധാരണ എല്ലാ ഫുഡൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് ടൈം കഴിക്കണമെന്ന് എന്താ പറയുക, ഫസ്റ്റ് ടൈം അവൾ എത്ര ധൈര്യത്തോടെ ആ കാല് കഴിച്ചെന്ന് പറയുമ്പോൾ വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അത് കേട്ടാണ് അവർ ചിരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും കാല് വാങ്ങിച്ച് കഴിക്കും. അതുകൊണ്ട് എനിക്കിതൊരു പുത്തിരിയല്ല. നല്ല സൂപ്പർ സാധനം. അതിൻ്റെ മസാല എല്ലാം നന്നായിട്ട് പിടിച്ച് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചൂടുണ്ടായി, അതുകൊണ്ട് ഇത്ര ടൈം എടുത്തത് കാലെടുത്ത് വായിൽ വെക്കാനായിട്ട്.
പിന്നെ അതുപോലെ മീൻ തല പാർട്സ് ആയിട്ടാണ് കിട്ടിയത്. ചെറുതാണത്, വലിയ മീൻ തലയല്ല, നമ്മൾ ഈ ഷാപ്പിൽ കാണുന്ന പോലത്തെ മീൻ തലയല്ല, അത് തീർന്നു. അപ്പോൾ ഈ കാലിൻ്റെ പ്രത്യേകത, ഈ കാലിൻ്റെ അകത്ത് മജ്ജ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കൊട്ടണം. പക്ഷേ ഇവിടെ കൊട്ടാനായിട്ട് സംഭവമൊന്നുമില്ല. ആ പ്ലേറ്റാണ്. ആ പ്ലേറ്റിൽ ശരിക്കും കൊട്ടിയാൽ പ്ലേറ്റ് പൊട്ടി അത് ചാടി പുറത്തോട്ട് വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഈ മജ്ജയിലും മറ്റേ വറുത്തരച്ച ഗ്രേവിയുടെ മസാല പറ്റിയിട്ടുണ്ട്. ഇത് ബൂംബാങ് പറഞ്ഞ പോലെ നാച്ചുറൽ ബട്ടർ, നല്ല ടേസ്റ്റാണ്. വായിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അലത്ത് പോകും. എത്ര നേരം വേണമെങ്കിലും അത് കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിങ്ങനെ തോന്നും. പിന്നെ നല്ല എരിവുണ്ടായി. എല്ലാ ഇതും കൈയിട്ട് വാരിയുകൊണ്ട് എല്ലാത്തിനും ആവശ്യത്തിന് എരിവുണ്ടായി. ക്രിസ്ത്യനും ആദ്യമായിട്ടാണ് കാല് കഴിക്കുന്നത്. അവനും അത് ഇഷ്ടപ്പെട്ടു. അവൻ പറയുന്നത് പോട്ടിയുടെ ടെക്സ്ചറാണെന്ന് പറയുന്നത്. പക്ഷെ കാലിൻ്റേതായ ഒരു പ്രത്യേക തരം ടെക്സ്ചറാണ്. ആ വറുത്തരച്ച ആ ജ്യൂസൊക്കെ ഗ്രേവി എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല കടി അടിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. സംഭവം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ബർത്ത്ഡേ ഒക്കെ പാർട്ടീസൊക്കെ ആഘോഷിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിക്കാനും പറ്റിയൊരു സ്ഥലമാണിത്. നമുക്കിവിടെ ഈവനിങ്സ് ആണെങ്കിൽ അധികം ഭയങ്കര തിരക്കുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് ഇവിടുത്തെ ലഞ്ച് കഴിക്കാൻ വന്നാൽ അഡിക്റ്റഡ് ആയിപ്പോവും. അമ്മാതിരി നല്ല സർവീസാണ്. നമുക്ക് ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. സൂപ്പർ സർവീസ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും മറ്റേ കാലിൻ്റെ വറുത്തരച്ച ഗ്രേവിയും കൂടിയിട്ട് കഴിച്ചു. അതും സൂപ്പറാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഈ കാല് തീർക്കാനാണ് ലാസ്റ്റ് ഇരിക്കുന്നത്. പക്ഷേ അവസാനം ഉണ്ടായ എല്ലാ ലെഫ്റ്റ് ഓവറായ നെയ്ച്ചോറും പോട്ടിയും മറ്റേ കാലിൻ്റെ ഗ്രേവിയും എല്ലാം സൂപ്പർ. എല്ലാം നല്ല കോമ്പിനേഷനാണ്. വൈകുന്നേരം ഉള്ള എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്. അവൻ ആദ്യമായിട്ട് കാല് കൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം എടുക്കണം കേട്ടോ. പക്ഷേ അവൻ അധികം കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ച് വന്നു. പണ്ടൊക്കെ ഈ ഒരു കാല് 25 രൂപ കൊടുത്ത് നമുക്ക് ഇറച്ചിക്കടയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപ സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ കട്ട് ചെയ്ത് തരും കാലെല്ലാം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് നേരെ കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാം തരുന്നത്. നമുക്ക് മച്ചിലിയുടെ കാര്യം പറയാം. മച്ചിലി സൂപ്പറാണ്. സർവീസ് വൈകിട്ട് വന്നപ്പോൾ 7 o'clock ഓപ്പണിംഗ് എങ്കിലും നമ്മളൊരു 8 o'clock എത്തിയാൽ മതി. ആ ടൈമിൽ എല്ലാ ഫുഡും റെഡി ആവുള്ളൂ. മെനു എല്ലാം ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ബാക്കിൽ കാണുന്ന വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടത്. പിന്നെ ഫുഡെല്ലാം സൂപ്പറാണ്. കട്ടൻ ചായയൊക്കെ ആദ്യമേ കുടിച്ചിരിക്കണം ഫുഡ് വന്നവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അവിടെ എല്ലാം കാലിയായി. ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. ബില്ല് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയ സാധനം കണ്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് നമുക്ക് എന്താ പറയുക, കോംബോ ആണ്. എല്ലാ ഫുഡും കൂടിയായിട്ട് നമുക്ക് പാഴ്സലും കൂടി വാങ്ങിയിട്ട് 1500 താഴെ വന്നുള്ളൂ. അറൗണ്ട് 1500. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഹാപ്പിയാണ്. പാഴ്സലും വന്നു. ഇനി ഞങ്ങൾ ഗെറ്റ് ടുഗദറോ ഇതൊക്കെ വെക്കണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യും. ചിയാങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് മച്ച്ലി. എടാ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായി? ഫുഡ് കൊള്ളായിരുന്നു. പ്രൈസിങ് അടിപൊളിയാണ്. വാല്യൂ ഫോർ മണി. കണേണ്ടി എങ്ങനെ ഉണ്ടായി? വെരി ഗുഡ്. എല്ലാം അടിപൊളിയായിരുന്നല്ലേ? ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം എല്ലാം അടിപൊളിയായിട്ട്. ഇത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. നാളെ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് കാല് പോത്തുംകാല് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായി? ഫസ്റ്റ് ടൈമല്ലേ? ഇനി കഴിക്കുമോ? അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അഫോർഡബിൾ പ്രൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ്. ബൈ.